കൊച്ചിയിൽ പോലീസിന് നേരെ വീണ്ടും ആക്രമണം. പോലീസുകാരെ കടിച്ചു പരിക്കേൽപ്പിച്ച് ബംഗാൾ സ്വദേശി തപനെ കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ തപനെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു പോലീസിന് നേരെയുള്ള ആക്രമണം. അലി അക്ബഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബഷ, ഇന്നലെ ഒരു നേപ്പാൾ യുവതി പോലീസുകാരെ ആക്രമിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളി പോലീസിനെ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു. എന്താണ് സംഭവം? എപ്പോഴാണ് സംഭവം? അരുൺകുമാർ, ഇന്നലെ രാത്രി 9:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന തപൻ വൈറ്റില പാലത്തിനോട് ചേർന്ന ജംഗ്ഷനിലാണ് കഴിയുന്നത്, രാത്രികാലങ്ങളിൽ കഴിയുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയിൽ ഇയാൾ മദ്യപിച്ച് വലിയ രീതിയിൽ അവിടെ ബഹളം വെക്കുകയും ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെയെല്ലാം വലിയ രീതിയിൽ അസഭ്യം പറയുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് കടവന്ത്ര പോലീസിലേക്ക് ഒരു കോൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ ഈ സ്ഥലത്തേക്ക് പോവുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് ഇയാൾ നാട്ടുകാരെ വലിയ രീതിയിൽ അസഭ്യം പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇയാളെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു സാഹചര്യവും എത്തുന്നത് കാണുകയും പോലീസ് ഇയാളെ പിടിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഇയാൾ വലിയ രീതിയിൽ അക്രമാസക്തനാവുകയായിരുന്നു. ജീപ്പിലേക്ക് പിടിച്ച് കയറ്റുന്നതിനിടയിലാണ് 2 പോലീസുകാരുടെ കയ്യിൽ കടിച്ച് മാരകമായി ഈ തപൻ പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ CPOമാരായിട്ടുള്ള ഷിബുലാൽ, ലിൻഡോ ഏലിയാസ് എന്നീ 2 പോലീസുകാർക്കാണ് ഇപ്പോൾ കൈക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഈ തപനെ ഇന്നലെ രാത്രി തന്നെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. സ്റ്റേഷനിലും ഇയാൾ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി. സ്റ്റേഷനകത്ത് മലമൂത്ര വിസർജനം നടത്തുകയും പിന്നീട് ഇത് പോലീസുകാർ വൃത്തിയാക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് പോലീസുകാർ നൽകിയ വസ്ത്രമൊക്കെ ആയിട്ടാണ് ഇയാൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ദൃശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇയാൾ വളരെ കരയുകയും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ വിളിച്ചു പറയുകയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് നേപ്പാൾ സ്വദേശിയായ യുവതിയുടെ ഭാഗത്തുനിന്നും അങ്കമാലിയിൽ പോലീസുകാർക്ക് മാരകമായി പരിക്കേൽക്കുന്നത്. പോലീസുകാരന്റെ മൂക്കിന്റെ പാലമിടിച്ച് തകർക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവം ആവർത്തിക്കുകയാണ്. പോലീസുകാർക്ക് പല സ്ഥലങ്ങളിലായി കൊച്ചിയിൽ ഇത്തരത്തിൽ മദ്യപിച്ചും മറ്റു പല ലഹരി ഉപയോഗിച്ചുമുള്ള ഇതര സംസ്ഥാനക്കാരുടെ ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. ഓക്കെ, താങ്ക് യു. അലി ആണ് വിവരങ്ങൾ നൽകിയത്.